സമയത്ത് എടുക്കേണ്ടത്. അത് കുറെ കാലം കഴിഞ്ഞത് ഇതിനെ എടുത്തിട്ടില്ലേ കപ്പക്കെട്ടുണ്ടായി ദിവസങ്ങളുടെ അഡ്മിറ്റ് ആക്കിയാൽ പറഞ്ഞ ഇത് വെച്ചെങ്കിലും ആളുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലൊരു ബ്ലോക്ക് മെമ്പറാണ്. അതിന്റെ 2 കുട്ടികൾക്കും നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒന്നും കൊടുക്കില്ല. അല്ലെങ്കിൽ പറയും പണ്ട് അവിടെ കുത്തിച്ചിട്ട് അങ്ങനെ ഇവിടെ കുത്തിച്ച് ഇങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കുട്ടികളെ നമ്മൾ നോക്കണം. അങ്ങനെ പറഞ്ഞ കുട്ടി ഇപ്പൊ മെഡിക്കൽ കോളേജിലാണ് ഇപ്പൊ ഉണ്ടാകുന്നറിയോ കൊണ്ടമുള്ളു വന്നിട്ട്. ആ കുട്ടിക്ക് കുത്തിവയ്പ്പ് എടുക്കാത്തത് കൊണ്ടുള്ള അസുഖം ഉണ്ടായി. ആ അസുഖത്തിന് ഇപ്പൊ മരുന്നില്ല. അതായത് കുത്തിവയ്പ്പ് ഈ അസുഖം വരുന്നതിന് മുമ്പ് വരാതിരിക്കാനുള്ള മരുന്നുണ്ട്. വന്നു കഴിഞ്ഞ് ഇപ്പൊ ഡൽഹിയിൽ നിന്ന് മരുന്ന് കൊടുന്നു. 14,000 ഉറുപ്പ് കൊടുത്തിട്ട് അവരിന്ന് സ്വന്തം പൈസ കൊടുത്താണ്ട് മരുന്ന് കൊണ്ടിരിച്ചിട്ടുണ്ട്. 14,000 ഉറുപ്പ് കൊടുത്തിട്ട്. പക്ഷെ ആ മരുന്ന് കുത്തിയാൽ തന്നെ ഏൽക്കുന്നുള്ളതിന് ഉറപ്പില്ല. കാരണം ആ അസുഖം വന്നു കഴിഞ്ഞു. കുട്ടികൾക്ക് 1.5 മാസത്തില് കേട്ടോ 1.5 മാസത്തില് ഇത് കേൾക്കൂ. 1.5 മാസത്തില് 2.5 മാസത്തില് 3.5 മാസത്തില് എന്റെ കമ്പിന്റെ ആ റോഡിന് അങ്ങനെ ചെല്ലണം ഒരാൾക്ക് 3ാമത്തെ പേരില്ല. അത് കമ്പിനൊക്കെ പറഞ്ഞ് പൊളിച്ചു പോയി മണങ്ങോട്. ആ കുട്ടി ഇതിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എന്താ ആ കുട്ടീന്റെ ഇത് അണുക്കൾ ഇങ്ങനെ വന്നുകൊടുക്കുകയാണ്. അപ്പൊ ആ അണുക്കൾ ഇതിലൊക്കെ ഉണ്ട്. അത് ഈ കുട്ടികൾക്ക് വരും. അത് ഇല്ലാതാക്കാൻ പെൺകുട്ടിയാ അതിന് താഴെ നമ്മളെ നാട്ടുകാരെ കൊണ്ടാണ് ഇതിൽ 2 കുട്ടികളായിരിക്കുന്നത്. ഒരാൺകുട്ടി ഒരു പെൺകുട്ടി. നമ്മളെ ചെമ്മര എല്ലും കമ്പനിന്റെ 2-3 വീട് അപ്പുറത്ത് പഴയ എല്ലും കമ്പനി ഉണ്ട്. ഒരു എല്ലും കമ്പനി ഉണ്ട് റൂംപാടെ. അതിന്റെ അടുത്തൊരു അബൂബക്കർ എന്നാണ് വീട്ടിൽ ഒരു പാരാലിസിസ് വന്ന കുട്ടി കിടക്കുന്ന. ചെമ്മരത്തെ എല്ലും കമ്പനിന്റെ 2-3 വീട് അപ്പുറത്ത് അബൂബക്കർ എന്ന നൗഫലിന്റെ ബസ് പോണ വീടാണ്. മകന്റെ പേര് നൗഫല്. നൗഫലിന്റെ ഏട്ടന്റെ കുട്ടി ഒരു കുഴഞ്ഞു കിടക്കുന്ന കുട്ടി ഉണ്ടോ അറിയോ? ഞാൻ വിളിക്കാം സാന്തിസ്റ്റർ. ഓക്കെ ഞാൻ വിളിക്കാം. അല്ല ഇവര് പറഞ്ഞത് ഞാൻ വേറെ വീട്ടിലായ അകമ്പാടം ആശുപത്രിയിൽ നിന്ന് അപ്പൊ ഇവിടെ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടി അതുകൊണ്ടാണ് കുത്തിവയ്പ്പ് എടുക്കാത്തത് കൊണ്ട് അവന്ന് ക്ലിയർ ചെയ്താണ് വിളിച്ചത്. പറഞ്ഞേ അതിന്റെ അപ്പുറത്തുണ്ട്. കുട്ടികൾക്ക് കുത്തിവയ്പ്പ് എടുക്കാത്തത് കൊണ്ടുണ്ടായ ഒരു അസുഖം ഇവിടെ ഉണ്ടായി. അപ്പൊ ആ അസുഖത്തിന്റെ അത് വായുവിലൂടെ പകരുന്നതാണ്. അപ്പൊ നമ്മളീ ഞാൻ സംസാരിച്ച് എനിക്ക് ആ അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ പൊട്ടിപ്പോ അത്രയും വലിയ അസുഖമാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ ഏരിയയിലൊക്കെ കുത്തിവയ്പ്പ് എടുക്കാത്ത കുട്ടികളെ കാട്ടുവേലി. അപ്പൊ ആ കുട്ടികളെ നമ്മളിന്ന് പ്രതിരോധ അപ്പൊ എവിടെ വീടുണ്ട് പ്രതിരോധ കുത്തിവയ്പ്പ് കൊടുക്കാൻ വേണ്ടി വന്നു. കാട്ടുവേലി പേര് വന്നു. നിങ്ങളിവിടുത്തെ കുട്ടി ഒരു കുത്തിവയ്പ്പ് എടുക്കാത്തൊരു കുട്ടി ആ കുട്ടിക്കും ഇതുപോലെ തൊണ്ട അടഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതിന് മരുന്നില്ല. അമേരിക്കയിൽ നിന്ന് ഡൽഹിയിലേക്ക് മരുന്ന് കൊണ്ടുവന്നു. മരുന്ന് ഇപ്പോഴും എത്തിയിട്ടില്ല. അത് കൊടുത്തിട്ടും കാര്യമില്ല എന്നപ്പോ മെഡിക്കൽ കോളേജിൽ പറയുന്നത്. എന്താ ചെയ്യേണ്ടത് വെച്ചാല് നിങ്ങളുടെ കുട്ടി ഇപ്പൊ എവിടെയാണോ ഉള്ളത് അവരുടെ ഫോൺ നമ്പർ തരിക. ഞങ്ങൾ അവിടുത്തെ ആരോഗ്യ വകുപ്പിലെ ആൾക്കാരെ പെട്ട് ഇന്ന് തന്നെ അവർക്ക് കുത്തിവെക്കാനുള്ള സംവിധാനം ചെയ്യാം. ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. ഇത് നാളെ മറ്റന്നാളും ചെയ്യേണ്ടതല്ല. കണ്ടോ ടീം മുഴുവൻ വന്നിരിക്കുന്നതിനാ. കളക്ടർ വരെ ഇടപെട്ടിട്ടാണ് ഇതിപ്പോ വരുന്നത്. വെക്കാത്തവർ ആരൊക്കെയാണോ ഉള്ളത് അവരൊക്കെ വിളിച്ചു കൊണ്ടുവരും. ഞങ്ങളത് ചെയ്തു തരാം. പന്നിപ്പാറിന് പത്തവേദത്തിന്റെ അടിയിലല്ലേ വാഞ്ചാന്റെ അടിയില് ആ കോണിന്റെ അവിടെയാ ഇന്നിപ്പോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചെയ്യിപ്പിക്കാൻ പറ്റും സാറേ. അരീക്കോട് സ്കൂളിലാണ് പഠിക്കുന്നത്. അതിപ്പോ അമൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്കാണ് ഉണ്ടായത്. ആ സ്കൂളിൽ അവിടുത്തെ പേരെന്താ?
അമലിലായിരുന്നു? ഞങ്ങളിപ്പോ ഞാൻ പോകണം. അമലിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുഴുവൻ കുത്തിവെപ്പെടുത്തണം. അവരുടെ രക്ഷിതാക്കളൊക്കെ ഭയങ്കര പേടിയിലാണ്. ഈ കുട്ടി അവിടെ പഠിച്ചിരുന്നു അറിയോ? ഈ ഉമ്മുൽ വാഹിദന്റെ കുട്ടി അവിടെ പഠിച്ചിരുന്നു. ഇപ്പൊ ഈ അസുഖം വന്ന കുട്ടി അവിടെ പഠിച്ചിരുന്ന കുട്ടിയാണ്. മുൽവാഹിദ് ഇതുപോലെ ഓരോ ന്യായങ്ങൾ പറഞ്ഞ് ഞങ്ങൾ വന്നാൽ കുത്തിവെപ്പ് എടുക്കൂല. നിങ്ങൾ ഈ കേട്ടീമ കേട്ടൊന്നും അവനാന്റെ കുട്ടികൾ വന്നു കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഈ വേറെ ഒന്നുകൂടി പറഞ്ഞുതരാം. എന്റെ വീട്ടിൽ 2 എണ്ണം ഉണ്ട്. അതിനൊക്കെ കൃത്യം കുത്തിവെപ്പ് എടുത്തിട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത്. അല്ലാതെ ഞാൻ എന്റെ വീട്ടിലെ കുട്ടികളെ കുത്തിവെക്കാതെ നിങ്ങൾ കുത്തിവെപ്പ് എടുക്കുന്നൊന്നും പറയില്ല. കുത്തിവെക്കാൻ അന്നത്തെ ദിവസം ചിലപ്പോൾ ഒരു പനി വരും. ഉണ്ടാവും, അന്ന് പനി ഉണ്ടാവും. ആ പനിക്കുള്ള മരുന്ന് നമ്മൾ കൊടുക്കണമുണ്ട്. ആ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ല. നമ്പർ പറയും. ആ ഡോക്ടറെ ഞങ്ങൾ കൂടെ വരുന്നുണ്ടോ? 98 സ്കൂളിൽ പോയോ? 98 95 ഇവിടുത്തെ മരുമകളാണോ? 98 എന്താ പേര്? മാഷൂക്ക. മാഷൂക്കനോട് നിങ്ങളൊന്ന് പറയൂ. സാറ് പറയട്ടെ. എന്താ അറിയോ, ഇത് വളരെ ഗൗരവമുള്ളതാണ്. വന്നു കഴിഞ്ഞിട്ട് നമ്മളെ പൈതങ്ങളാണ്. നിങ്ങൾ പറഞ്ഞിട്ട് അവർ കേൾക്കില്ല. ഇവിടുത്തെ പാപ്പയ്ക്കും താല്പര്യമില്ല. കാക്ക ഗൾഫിലാ. ഗൾഫിലേക്ക് പോകുമ്പോ ആദ്യം കുത്തിവെപ്പ് എടുക്കാതെ ഗൾഫിലേക്ക് പോകുമ്പോ എയർപോർട്ടിൽ ഇറങ്ങി കഴിഞ്ഞാൽ മരുന്ന് കൊടുക്കാതെ ഇവനൊക്കെ കുത്തിവെപ്പ് എടുത്തില്ലേ? അതാണ് ഞാൻ ചോദിക്കുന്നത്. കുത്തിവെപ്പ് എടുത്ത് ഈ കുട്ടി ഇവിടെ ഉണ്ടാവുമ്പോ പിന്നെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഉറപ്പല്ലേ? നേരിട്ട് പോകല്ലേ? ഹലോ, 97 441 37 366.